അങ്ങനെ അപ്പോയിൻമെൻറ്റിലേക്ക് എത്തി. ഇനി മോളുടെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വ്ളോഗ് എടുക്കാം. റിവീൽ ഷുഡ് ബി ഇൻ 3, 2, 1. മിസ്റ്റർ ഹാൻസം യൂജിമോൻ മുടിയൊക്കെ വെട്ടി വൃത്തിയായിട്ട് മെൻറ്റോസും പെപ്സിയും ഇട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് റിയലിസ്റ്റിക് മോർണിംഗ് എന്ന് പറയാം. ആദ്യം ഞാനും യോജിമോനും ടേൺ എടുത്താണ് ഉറങ്ങുന്നത് പിള്ളേരുടെ കൂടെ. അപ്പോൾ മോളുടെ കൂടെ ഞാൻ ആദ്യം ഉറങ്ങുകയാണെങ്കിൽ ലിയൻ്റെ കൂടെ യോജി കിടക്കും. നമുക്ക് 2 റൂമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അങ്ങനെ ടേൺ എടുത്ത് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ കിടക്കുന്ന റൂമിലേക്ക് മോൻ കയറി വന്നു. അപ്പോൾ നമ്മൾ 3 പേരും കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു. പിന്നെ എണീച്ച് മോക്ക് പാലും എടുത്തു, യോജി മോളുടെ ഡയപ്പർ മാറ്റി. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ആവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് യോജി മോൻ കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ടൈം നോക്കിയിട്ട് ഞാൻ ലിയന് ഹെയർ കട്ട് ബുക്ക് ചെയ്തു. കാരണം അവൻ്റെ മുടി കണ്ണ് വരെ എത്തി. എത്രയും പെട്ടെന്നാണ് അവൻ്റെ മുടി വളരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ വെട്ടും സ്പോട്ടിൽ തന്നെ വളർന്നു വരും. അപ്പോൾ പിന്നെ ഞാൻ മുട്ട എടുത്താലൊന്ന് ആലോചിക്കുക, അത്രയ്ക്കും സ്പീഡിനാണ് മുടി വളരുന്നത്. അപ്പോൾ ഞാൻ അവന് ഹെയർ കട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹെയർ കട്ടിന് ശേഷം അവനെ ഡേ കെയർ ആക്കണം. മോക്ക് റജാനയിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, അതിന് പോകണം. റജാന ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവാണ്. അപ്പോൾ മോളെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഒരു ഡ്രൈവിന് പോകുന്നത്. പക്ഷെ പോയില്ലേ പറ്റൂ, ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പോയാലേ പറ്റുള്ളൂ. അങ്ങനെ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് അവളൊന്ന് ചെക്ക് ചെയ്തിട്ട്, അതേപോലെ 3ാമത്തെ തവണ 2 തവണ നിർത്തിയതിന് ശേഷം നമ്മളവിടെ എത്തും. അപ്പോൾ അതിന് പോവാം. എന്തായാലും പോണ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഡെലിവറി വ്ളോഗിൽ പറഞ്ഞായിരുന്നു നമുക്ക് റജാനെ കോസ്കോ പോകണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അന്നാണ് എൻ്റെ വാട്ടർ ബ്രേക്ക് ആയത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും നമ്മളവിടെ പോകുന്ന സ്ഥിതിക്ക് പോയി നാട്ടിൽ പോകാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വ്ളോഗ്. ഇത്രയും പറയാനുണ്ടായിരുന്നു. അപ്പോൾ ലിയാന് ഡേ കെയർ പോകുന്ന സമയമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ മോക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് അവനെ കൊണ്ടുപോകുന്നത് ശരിയല്ല. കാരണം അത് എത്ര സമയം എടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഇവനെ പിന്നെ അവിടെ ഒന്ന് പോസ്റ്റാവും. പിന്നെ ഇവിടെ ആണെങ്കിൽ പിള്ളേരായിട്ട് കളിക്കാമല്ലോ. അപ്പോൾ അതാണ് കാര്യം. സോ ലിയൻ ഇവിടെ വാടാ. നീ ഹെയർ കട്ട് പോവാണോ? ചിക്കൻ ചീസ് ബോക്സ് എവിടെ ഹെയർ കട്ട് പോവാണോ നീ ഇന്ന്? പോടാ അമ്മ എൻ്റെ അമ്മ മുടി കണ്ണു വരെ എത്തിയതാ. അവനെ മുടി മാക്സിമം ഇന്ന് ഞാൻ നല്ല രീതിക്ക് ഷോർട്ടാക്കാൻ പോകും. അതേ നടക്കുള്ളൂ. എപ്പോഴും ഹെയർ കട്ട് നടക്കില്ല. മോനിവിടെ പാൽ കുടിച്ച് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ടൈം ഞാൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പോവാം. എന്താടാ യോജിതാ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ മീൽ പ്രെപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ വെച്ചേക്കുക. കോസ്കോ പോയിട്ട് വേണം പാത്രങ്ങൾ മേടിക്കാൻ. ഞാൻ എല്ലാ പാത്രവും ഉണ്ട്, സെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ പാത്രമൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞ് പറ്റിച്ചതാ പുള്ളീനെ. അപ്പോൾ ഞാൻ പോയി റെഡി ആവും. അങ്ങനെ നമ്മൾ ഇറങ്ങുക. ലിയനെ കൊണ്ട് ഹെയർ കട്ടിന് പോവാം. ഹാൻഡ്സം ആവാൻ പോവാണ് നീ? അതെ, വാടപ്പോ പോവാം. വാട. അങ്ങനെ ടോമി ഗൺസിലാണ് നമ്മൾ മുടി വെട്ടാൻ വന്നേക്കുന്നത്. അപ്പോൾ ലിയൻ സീറ്റ് ബെൽറ്റ് ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അയ്യോ അലാറം അടിക്കുന്നു. ഇറങ്ങ് ലേറ്റായി ഇറങ്ങ്, ഓപ്പൺ ചെയ്ത് ഇറങ്ങ്. അങ്ങനെ ഇങ്ങനെയാണ് ലിയൻ മോൻ്റെ മുടി ഇടുന്നത്. ആകെ ഒരു മെസ്സാണ്. എത്ര ചീകിയിട്ടും അത് ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ടായിരുന്നു. ആളുടെ പ്രതീക്ഷേനേക്കാളും നല്ലോണം ഇരുന്ന് തന്നു. ആളുടെ ഉടുപ്പിൻ്റെ ബാക്കിൽ വെള്ളം നനയില്ലേ എന്നൊക്കെ കുറേ പരാതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി നല്ല എക്സ്പേർട്ടായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ എൻ്റെ ഉടുപ്പ് പോയേന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഡ്രാമയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. പക്ഷെ എന്നാലും അവിടെ അടങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. നല്ലോണം ഹെയർ വാഷൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബ്ലോ ഡ്രൈയും കൂടെ ചെയ്യാൻ ബാക്കിയുണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ലിയൻ്റെ ഹെയർ സ്റ്റൈൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ റിവീൽ ഷുഡ് ബി ഇൻ 3, 2, 1. അങ്ങനെ സുന്ദരക്കുട്ടൻ്റെ ഹെയർ കെയർ സ്പാ ഡേ കഴിഞ്ഞു. അവൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ല പോലെ അവർ ബസ് ചെയ്തിട്ടുണ്ട് മുടി മൊത്തവും. അപ്പം നമ്മൾ പോവുകയാണ് മോളെയും കൊണ്ട് ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട്. സോ ലിയൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു. അപ്പോൾ അപ്പോയിൻമെൻറ്റിന് പോകുന്നതിന് മുമ്പേ നമ്മൾ ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ടാണ് 45 മിനിറ്റ്സൊക്കെ ഡ്രൈവ് അവളെയും കൊണ്ട് പോകുന്നത്.
സോ ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം എല്ലാം ഒരു സെറ്റായിരിക്കും 2-3 സാധനം. അത് നമുക്ക് ഏതെങ്കിലും ചെറിയ സിബിലിടാം. ഓക്കെ. ഡയപ്പർ വെക്കാൻ സ്ഥലമുണ്ട്. ആക്ച്വലി ഡയപ്പർ ബാഗാണല്ലേ? ഡയപ്പർ ബാഗാണ്. ഓക്കെ. 5-6 സെറ്റ് ഡയപ്പർ ബാഗ്. അകത്തുള്ള ആ ബാഗ് മാറ്റിക്കുക. ആ ബാഗ് നമുക്കിപ്പോൾ വേണ്ട. ഏത്? ആ നെറ്റുള്ളത് ഇതിപ്പോൾ വേണ്ട. വേണ്ട. എന്തിനുള്ള? ആക്ച്വലി ചേഞ്ചിങ് പാഡാണോ ഡൗട്ട്. കുഴപ്പമില്ല. നീ ബാക്കി മറ്റേ ചേഞ്ചിങ് പാഡ് ഉണ്ടല്ലോ. ഓക്കെ. അതുകൊണ്ടോ? എടുക്കാൻ എളുപ്പമാണ്. സോക്സ് ഒരു നോക്കിയാൽ അതിൻ്റെ അകത്ത് ഇതുണ്ടോ അറയുണ്ടോ? ഇതാണ് ഞാൻ ഡയപ്പർ ബാഗ് മേടിച്ചത്. അത് എനിക്കുള്ളതാണ്. അവൾക്ക് മാത്രമല്ല എനിക്കും വേണം ഡയപ്പർ. കുറച്ച് ഒരു മാസത്തേക്കെങ്കിലും. ഓക്കെ. ആ പാഡിന് സംഭവം കൂടെ ആണ് കുറച്ച്. പിന്നെ എൻ്റെ പമ്പ്. ഈ പമ്പില്ലാതെ എവിടെ ഞാൻ പോകാറില്ല. വയ്ക്കാൻ സ്ഥലമുണ്ടോ ഇവിടെ? പമ്പ് വിലയൊക്കെ. ഓക്കെ. അതൊക്കെ പാൻറ് എടുത്തില്ല നമ്മൾ? പാൻറ്റുണ്ട്. ഉണ്ടുണ്ട്. ഓക്കെ, അത് മതി. തരാം. വൈപ്സ് എടുക്കാം. വൈപ്സ് വേണമെങ്കിൽ ഒരെണ്ണം എക്സ്ട്രാ വെച്ചോ. ഇതൊരു 10-30 ഉണ്ട്. ഒരെണ്ണത്തിന് 60 ആണോ? അപ്പോൾ ഓക്കെ. വൈപ്സ്. ക്രീം. ഇനി ആ ബാക്ക് സിബിൽ ഞാൻ എൻ്റെ മറ്റേ ഹാൻഡ് ബാഗ് എടുക്കുന്നില്ല. ആ സാധനങ്ങളെല്ലാം ഇതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം 2 ബാഗ് എന്തിനാണ് ഞാൻ കൊണ്ട് കിടക്കുന്നത്. ആക്ച്വലി അതാ ഞാൻ പറഞ്ഞത്. ഇത് ആക്ച്വലി എന്താണെന്നറിയോ? ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത് ചെയ്ത് ഒന്ന് വലിച്ച്. ഇപ്പോൾ അവളെ ചേഞ്ച് ചെയ്യുന്നൊരു സെറ്റപ്പായിരുന്നു. ഞാൻ മറന്നുപോയി. ഇത് ഡയപ്പർ മാത്രമല്ല, അവിടെ ഇതിനകത്ത് വെച്ച് ചേഞ്ച് ചെയ്യണം. നമ്മൾ പബ്ലിക്കലി എവിടെയെങ്കിലും ആണ് നമുക്ക്. ഇത് ഞാൻ മേടിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ മറന്നുപോയി. അങ്ങനെ അപ്പോയിൻമെൻറ്റിലേക്ക് എത്തി. ഇനി മോളുടെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വ്ളോഗ് എടുക്കാം. അപ്പോൾ അവരെന്തായാലും കയറി. ഞാൻ പെട്ടെന്നൊരു റാപ്പ് കഴിച്ചു മോൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോയ നമുക്ക് അകത്ത് കയറിയിട്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. നമ്മൾ മോളെ കോസ്കോയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവളുടെ ഔട്ടിംഗ് ആണ്. അപ്പോൾ അതോ യോജി മോളെ എടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇനി പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വീട്ടിൽ പോകും. അപ്പോഴത്തേക്ക് ലിയൻ്റെ വിളിക്കാനുള്ള സമയമായി. അവനെ വിളിച്ചോണ്ട് പോവാല്ലേ? അല്ലെങ്കിൽ വെറുതെ 2ാമത് ട്രിപ്പ് അടിക്കണം. അതാണ്. അവന് ഡേ കെയർ നമ്മളിതുവരെ കാണിച്ചില്ല. നോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ്. വീട്ടിൽ പോകുന്നതിന് മുമ്പേ ലിയൻ്റെ എടുക്കുക. എന്നിട്ട് നമ്മൾ 2-3 സാധനം ഡെബിക്ക് മേടിച്ചായിരുന്നു. അത് ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ ഒരു പാഴ്സൽ പിക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോകും. അങ്ങനെ വീടെത്തി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി. ഇനി ഇതെല്ലാം എടുത്ത് ഫ്രിഡ്ജിലും ഫ്രീസറായിട്ട് കയറ്റണം. മോളവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ ചെയ്യട്ടെ. ഹായ് എവറി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് യോജിയാണ് മോളെയും കൊണ്ട് ചെയ്തത്. മോളിതാ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ യോജി ഓൾമോസ്റ്റ് 9 മണി തൊട്ട് 3 വരെ മോളെ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 2 തവണ എണീച്ച് മോൾക്ക് പാൽ കൊടുക്കുകയും ഒരു സൈഡിൽ നിന്ന് പമ്പ് ചെയ്യുകയും ചെയ്തു. അതല്ലാതെ എനിക്ക് അത്യാവശ്യം നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 3:30 കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി എനിക്ക് മോളെന്തായാലും ഉറങ്ങിയായിരുന്നു ഒരു 5:30 വരെ. ബട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു കാര്യം ചെയ്യാം. എനിക്ക് 2 വ്ളോഗ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഈ ടൈം ആകുമ്പോഴത്തേക്കും എനിക്ക് പീസ്ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ 2 മണിക്കൂർ ഉറങ്ങിയില്ല. സോ ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഇന്ന് അല്ലാതെ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇവർക്ക് ആദ്യം പാല് കൊടുത്തതിന് ശേഷം ഞാൻ നൈസായിട്ട് പോയി ലിയാനിൽ നിന്ന് സ്കൂളുണ്ട് 7 മണിക്ക്. അത് റെഡിയാക്കണം. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങൾ റെഡിയാക്കണം. അപ്പോൾ യോജി ഇപ്പോൾ കിടന്നതേ ഉള്ളൂ. 2 മണിക്കൂറായതേ ഉള്ളൂ. അപ്പോൾ ഞാനാണ് ഇന്ന് രാവിലെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. എനിക്ക് ഉറക്കം കിട്ടിയാൽ പിന്നെ ഞാൻ സെറ്റാണ്. എത്ര നേരം വേണമെങ്കിലും ഞാൻ ഓക്കെയാണ്. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. മോൾക്ക് ഇവിടെ ഒരു ബാസ്നെറ്റ് പോലെയുണ്ട്.
അതിലേക്ക് ഞാൻ കിടത്തിയിട്ട് ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരും. ഇവിടെ അതിന് ബെൽറ്റൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടാവും, ഇതിൽ ബെൽറ്റുണ്ട്. അപ്പോൾ മോള് സേഫായിട്ട് ഇതിൻ്റെ അകത്ത് കിടന്നോളും. ഞാൻ പോയി ബാത്റൂമിലൊക്കെ പോയിട്ട് വരും. അങ്ങനെ ലിയൻ്റെ ലഞ്ച് റെഡി. അവൻ സ്കൂളിൽ അധികം ഫുഡ് കഴിക്കത്തില്ല, അപ്പോൾ കൂടുതൽ ഞാൻ ഫിംഗർ ഫുഡാണ് കൊടുത്ത് വിടുന്നത്. കാരണം അവിടെ ഓവനൊന്നുമില്ല ചൂടാക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓർഗാനിക് ആപ്പിൾ സ്നാക്കും. പിന്നെ അവൻ ബിഗ് ബ്രദർ ആയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് ടിംബിറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ചെറിയ ഡോണറ്റ് പോലെ ഇരിക്കുന്ന ഒരു സാധനം. അപ്പോൾ അതൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ ഇന്ന് മേടിച്ച് വെച്ചേക്കുക. സ്കൂളിൽ ഫ്രണ്ട്സിന് സ്നാക്ക് ടൈം ഉണ്ട്, 2 സ്നാക്ക് ടൈം ഉണ്ട്. അപ്പോൾ അതിൽ ഒരു തവണ കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ കൊണ്ടുപോയിരിക്കുക. അപ്പോൾ ഇതാണ് ലഞ്ച് നമ്മൾ പാക്ക് ചെയ്തത്. ലിയാൻ, ഓ നോ, ലിയാൻ ബസ് പോടാ ഇടിക്ക്. അവൻ ഇനി റെഡി ആക്കിയിട്ട് ബാക്കി വ്ളോഗ് എടുക്കാം ഗൈസ്. സുന്ദരിയാണോ എന്ന് പറയുന്നത്. സുന്ദരിയാണോ പൊന്നാണോ? സുന്ദരിയാണോ പൊന്നാണോ? അങ്ങനെ യോജിത മോളുടെ കൂടെ ഉണ്ട്. ഇവിടെ ഉറക്കമൊന്നും ഇല്ലാതെ ഇതാ മോൾ അവിടെ ഇരിപ്പുണ്ട്. സോറി ഓടാൻ പറ്റില്ലടാ ചെറുക്ക. ബസ് എത്തി? ആ ഇല്ല, ബസ് എത്തിയില്ല. നീ വാ അല്ലേ, നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് ബസ്സിൽ കയറാം. വാ, വെയിറ്റ് ചെയ്യില്ലേ? ഓക്കെ, ആരുമില്ല, വാ വാ. ഇവിടെ നിൽക്കേ. ടിംബിറ്റ്സ് ടീച്ചറിന് കൊടുക്കണേ അല്ലേ? ഞാൻ കൊടുക്കണേ ടീച്ചറിൻ്റെ കയ്യിൽ. ഓ, ബസ് അവിടെ നിർത്തിയോ? വാ വാ, ബസ് അവിടെ നിർത്തി. അങ്ങനെ ലിയനെയും കൊണ്ടുപോയി വിട്ടു. ഇതാണ് നമ്മുടെ ലോണ്ട്രി റൂം. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ തുണി വാഷിനും ഡ്രയറിനും ഇട്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ലായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങിപ്പോയി. ഏതിലാന്ന് പോലും അറിയാൻ വയ്യ. അതിൻ്റെ അകത്ത് കൊച്ചിനെ തുണി കയറിപ്പോണ്ട്. ഇത്രേ ബാക്കിയെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് പോയി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ എന്താ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഞാൻ അവിടെ ഇരിക്കാൻ പോവാം. അപ്പോൾ യോജി കുക്ക് ചെയ്യാൻ പോവാം ബ്രേക്ക്ഫാസ്റ്റും. ഇത് പോർക്ക് ബെല്ലി അല്ലേ? സ്ലൈസ്ഡ് പോർക്ക് ബെല്ലി ഉണ്ടാക്കാൻ പോവാം. അപ്പം ഞാൻ എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് മോക്ക് പാലൊക്കെ കൊടുക്കണം. കളിപ്പായിരുന്നല്ലേ രാത്രി? ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഞാൻ എണീച്ച് പാല് 2 തവണ കൊടുത്തിട്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ എന്തായാലും പോയി കുറച്ച് റെസ്റ്റ് കുക്ക് ചെയ്തോ. കഴിക്കുന്ന സമയത്ത് ബ്ലോഗ് എടുക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഇതാ ഞാൻ പോയി എൻ്റെ കാർ എടുത്തുകൊണ്ട് ഞാൻ ഒരു ഹെയർ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ ഒരു പരുവായി കിടക്കും. അപ്പം ഞാനും ഒന്ന് ബുക്ക് ചെയ്ത് യോജിമോനും ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പേരും ഓരോരുത്തരായിരിക്കും പോകുന്നത്. അപ്പോൾ മോക്കുള്ള പാലും കാര്യങ്ങളെല്ലാം ഞാൻ പമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോരാങ്കിൽ ഫ്രീസറിലും കുറച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും ഓക്കെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. അങ്ങനെ ഇവിടെയാണ് മുടി വെട്ടാൻ വന്നേക്കുന്നത്. പോയി മുടി വെട്ടിയിട്ട് എങ്ങനെ ഇരിക്കും നോക്കാം. ഇതാണ് എൻ്റെ മുടി ഇപ്പോൾ ഇരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ ഇതിൽ ഞാനൊരു പേർപ്പിൾ ബർഗണ്ടി കളറാണ് ഇടാതിരിക്കുന്നത്. കൂടുതൽ ബർഗണ്ടി ഷെയ്ഡുള്ളതാണ് ഇടാതിരിക്കുന്നത്. അപ്പോൾ ബാക്കി റിസൾട്ട് നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ അവരെന്തോ ക്യാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു കളർ പിഗ്മെൻറ്റേഷൻ ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കളർ ആഡ് ചെയ്യുക. അപ്പോൾ കളർ ആഡ് ചെയ്ത് ഇതാണ് ഫുൾ സർക്കിൾ അവരടിച്ചെന്ന് കാണിച്ചു തരുന്നത്. ഇതിന് ശേഷമാണ് അവർ അറ്റം ഒന്ന് ട്രിം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇതാണ് റിസൾട്ട്. എൻ്റെ ഹെയർ കട്ടും ഹെയർ സ്റ്റൈലും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ കളറാണെങ്കിൽ ഭയങ്കരമായിട്ട് വേണമെന്ന് ആഗ്രഹമായിരുന്നു കുറേ നാളത്തേക്ക്. അങ്ങനെ ലിയൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ എത്തി. ഞാൻ എന്താ കുറച്ച് അവൻ എന്തോ ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. മറ്റേ മെൻറ്റോസും പെപ്സിയും ഇട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് പോയി ഒരു ആപ്പിൾ ജ്യൂസും പിന്നെ ഇവൻ ആ ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനം മേടിച്ചിട്ട് വീട്ടിൽ എത്തി. മേലിൽ കയറി പോട്ടെ, ഞാൻ കുറേ നേരം ബേബീനെ കണ്ട് യോജിനെയും കണ്ടിട്ട്. അങ്ങനെ അടുത്ത യോജിയുടെ അപ്പോയിൻമെൻറ്റിലേക്ക് പോവാണ്. മുടിയും താടിയൊക്കെ വൃത്തിയാവാനാണ് പ്ലാൻ. എന്നിട്ട് അതിനുശേഷം എന്താ ഇവന് ഡാൻസിനൊക്കെ ഉണ്ടാക്കണം. ഇതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി തീർന്നതിൻ്റെ ലോങ് ഡേ ആയിരുന്നു എനിക്ക്.
അങ്ങനെ ആളെ ഡാൻസ് കൊണ്ടാക്കി വിട്ടിട്ട് ഇപ്പോൾ എടുത്തു. മോളിതാ കലിപ്പായി തുടങ്ങി. വീട്ടിൽ എത്തിയിട്ട് പാല് കൊടുക്കണം. മിസ്റ്റർ ഹാൻസം യൂജിമോൻ മുടിയൊക്കെ വെട്ടി വൃത്തിയായി. പോളത് നാറിയ നിനക്ക് യൂട്യൂബിൽ ഹേറ്റേഴ്സിന്റെ ആവശ്യമില്ല. That's not nice, Lian. Do you want people to tell Lian you look ugly? Do you like that? Then don't say to others. Okay? അപ്പോൾ അതാ മുടി വെട്ടി വൃത്തിയായിരിക്കണേണ്ട അവിടെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ ഫൈനൽ ലുക്ക്. ഞാൻ രാവിലെ 9:15 ഇവിടുന്ന് അപ്പോയിൻമെൻറ്റ് പോയതാ. ഞാൻ പ്രതീക്ഷയില്ല 2 മണി വരെ എടുക്കുമെന്ന്. കാരണം എൻ്റെ മുടിയുടെ കളർ ലൈറ്റ് ചെയ്യേണ്ടി വന്നു, പിന്നെ കളർ ചെയ്യേണ്ടി വന്നു, വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ പമ്പും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. മോക്ക് ഇവിടെ കുടിക്കാൻ പാലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുടി ജസ്റ്റ് ലൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടി വന്ന് വീട്ടിൽ നിന്ന് പമ്പ് എടുത്തുകൊണ്ട് പോയി. പക്ഷേ സർവീസ് നല്ലതായിരുന്നു. പിന്നെ ഇവിടെ മദേഴ്സ് ഡേ ആണല്ലോ, നമ്മുടെ May 10th എന്തോ. അപ്പോൾ ഈ മാസം മൊത്തവും ഞാനൊരു പ്രോഗ്രാമിലുണ്ട്. ആ പ്രോഗ്രാമിൽ ഹെയർ കട്ട് അല്ലെങ്കിൽ മാനിക്യൂർ, നമ്മുടെ കൈയിൻ്റെ നെയിൽസ് ചെയ്യുന്നത് ഫ്രീ ആണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു സർവീസ് ഫ്രീ ആണ്. അപ്പോൾ പിന്നെ എനിക്ക് മുടി കളർ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൂടി അങ്ങ് ചെയ്തു. അപ്പോൾ അതും ചെയ്ത് ഞാൻ ജസ്റ്റ് മുടിയിട്ട് ജസ്റ്റ് ഒന്ന് തുമ്പൊന്ന് ലെങ്ത് ഒന്ന് കുറച്ചു, അത്രേ ഉള്ളൂ. സോ ഇതാണ് ഫൈനൽ ലുക്ക്. എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഈ ലുക്കിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഈ ലുക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹമായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഈ കളറൊന്നും വന്നില്ല. ബട്ട് യൂജി പറഞ്ഞ് കൊള്ളാമെന്ന്. പിന്നെ ഇതൊരു ബർഗണ്ടി പേർപ്പിൾ ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. സോ വീട്ടിൽ വന്നു. പിന്നെ വീട്ടിൽ വന്നു, ലിയനെ വിളിച്ചു, അവനെ കൊണ്ട് കടയിൽ പോയി. അതിന് ശേഷം വന്ന് സപ്പർ കഴിച്ചു. അപ്പോൾ ഇതൊക്കെ എൻ്റെ കപ്പാസിറ്റി തീർന്ന് ഞാൻ കിടന്നുറങ്ങി. സോ അതിന് ശേഷം ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടില്ലായിരുന്നു. എന്തായാലും ഇത്രയേ ഉള്ളൂ, ഇത്രയും ഞാൻ ചെയ്തോളൂ. സോ 2 പേരും ഞാനും യോജും സെൽഫ് കെയർ ചെയ്തായിരുന്നു. ലിയൻ എൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം സെൽഫ് കെയർ ചെയ്തായിരുന്നു. സോ അത്രയേ ഉള്ളൂ. I hope you guys like my vlog and see you next time. Bye bye.